SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇയാളിൽ നിന്ന് നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചന. എന്താണ് സാർ വിശദാംശങ്ങൾ? നമ്മൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കഥയൊക്കെ കേട്ടതല്ലേ. അതിൻ്റെ നേതാക്കന്മാരൊക്കെ സൂര്യപ്രകാശം കാണാതെ കൽത്തുറങ്കിൽ സുഖവാസത്തിൽ തിഹാർ ജയിലിലാണ്. ഇനിയിപ്പോൾ SDPIയെയും കേന്ദ്രം നിരോധിക്കും. അതും ഭീകര വർഗീയ സംഘടന തന്നെയാണ് എന്നാണ് പലപ്പോഴും തെളിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ പാങ്ങോട് ഭാഗത്ത് നിന്നാണ് ഒരു വാർഡിൽ SDPI കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് SDPI അടിച്ചുകൊണ്ട് പോയി. ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചു. കേരളത്തിൽ നല്ല രീതിയിൽ താവളം ഉണ്ടാക്കി വളർന്നു വരികയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. അവരുടെ എല്ലാ തരത്തിലുള്ള അഴിഞ്ഞാട്ടത്തിനും ഒരു ഇരിപ്പിടമായിരുന്നു കേരളം. കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളും ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന വിഷവിത്തിനെ തോളേറ്റിക്കൊണ്ട് നടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവരാണ് വളർത്തിയത്. ആ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ പിന്നീട് ഒറ്റ നിരോധനം കൊണ്ടും ആ കുറേ നേതാക്കന്മാരെ കൊണ്ടുപോയത് കൊണ്ട് അവിടെ അവസാനിപ്പിച്ചില്ല. ഇവർ തുടരന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. അന്വേഷണം നടത്തി ഇവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ തന്നെ ജപ്തി ചെയ്യുകയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും അതുപോലെ താഴെ തട്ടിലുള്ള പല നേതാക്കന്മാരെയും ചെറു നേതാക്കന്മാരെ വരെ പിടിച്ചകത്തിടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിന് സമാന്തരമായിട്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, കുറേ ഉപവിഭാഗങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും ഇവര് പാർക്കുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ഒരു ഔദ്യോഗിക നാമമൊന്നുമില്ലാതെ, അതായത് ഔദ്യോഗിക പദവികളോ പേരുകളില്ലാതെ കൂട്ടം കൂടി നിന്ന് ചർച്ച ചെയ്യുകയും ചില നീക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് സമീപ സമയത്ത് വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു. അതിനോട് ഒപ്പം തന്നെയാണ് നമ്മൾ കണ്ടത്, ഇവർ മറ്റൊരു തന്ത്രം കൂടി ഉപയോഗിച്ചു. MEC7, അതായത് വ്യായാമ കൂട്ടായ്മ. അത് ആരും ഒന്നും ചോദ്യം ചെയ്യത്തില്ല. നല്ലത് കേൾക്കുന്നവരെല്ലാവരും പറയും നല്ലത്, യോഗ പ്രാക്ടീസ് ആണ്, നമ്മൾക്കും അതിൽ ചേരാം എന്നുള്ള രീതിയിൽ ജീവിതശൈലി രോഗങ്ങൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി. പക്ഷേ ഈ MEC7 മുഴുവൻ ഫോം ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ മുസ്ലിം ജനത കൂടുതലായിട്ട് പാർക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെയാണ്. ഇത് നാളുകളായിട്ട് പ്രവർത്തിച്ചു വരികയുമാണ്. പോപ്പുലർ ഫ്രണ്ടിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മേഖലകളിലാണ് ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്ക് പലതരത്തിലുള്ള വിഭാഗങ്ങളില്ലേ. ഇപ്പൊ CPM-ന് CI2 CPM-ൻ്റെതല്ലേ, DYFI, SFI, പിന്നെ മഹിള ജനാധിപത്യ പോഷക സംഘടനകൾ ഉണ്ട്. അതുപോലെയുള്ള പോഷക സംഘടനകളാണ്. ഇപ്പം MEC7 എന്നൊക്കെ പറയുന്ന വ്യായാമം നടത്തുന്നിടത്ത് തീവ്രവാദ വ്യായാമം എന്ന് പറയുന്ന ഒന്നില്ലല്ലോ. വ്യായാമം തന്നെയാണ്. ആ അത്തരത്തിലായിരിക്കും അതിനെ ജനം കണ്ടത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് വിഷമാണ്. ഈ SDPI എന്ന് പറയുന്നത്, ഈ SDPIയുടെയും ഒക്കെ സഹായത്തിലാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉയർത്തിയത് എന്ന് പറയുന്നുണ്ട്. ഇത് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെ, പാലക്കാടും അതേ ആരോപണം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ആദ്യം കൊടി ഉയർത്തി ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI ആണ്, അല്ലെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെയാണ്. പിണറായി വിജയൻ വയനാട്ടിൽ പ്രസംഗിച്ചതാണ് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ തന്നെ സ്വഭാവമാണ് മുസ്ലിം ലീഗിനെന്ന് പറയുകയുണ്ടായി. ഇത് സംഘപരിവാർ പറയേണ്ട കാര്യമാണ്. സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ ഈ SDPIയെ ഇപ്പുറത്തേക്ക് കിട്ടാത്തത് കൊണ്ടൊക്കെ തന്നെയാണ്, കിട്ടാത്തപ്പോൾ മുന്തിരിങ്ങ പുളിക്കുമല്ലോ, അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞത്. പാലക്കാട് അവരുടെ വോട്ട് കിട്ടിയിരുന്നെങ്കിൽ അവര് നല്ല പിള്ള. ഇത് SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ എത്ര പ്രാവശ്യം ഈ CPM-കാരും കോൺഗ്രസ്സുകാരും ചേർത്ത് നിർത്തിയിട്ടുണ്ട്.
ഇവരൊക്കെ ചേർത്ത് നിർത്തിയിട്ടുള്ളതാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ CPM അനുഭാവമുള്ള സാംസ്കാരിക നായകന്മാരൊക്കെ എന്താണ് പറഞ്ഞത്? ജനാധിപത്യ ധ്വംസനമാണ്, ഭരണകൂട ഭീകരതയാണ്, ഫാസിസമാണ്, നരേന്ദ്രമോദി അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുപോയി. ഇവര് നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന മുസ്ലിം വേട്ടയാണെന്ന് വേട്ടയാടലിന് കൈയും കണക്കുമില്ല. അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒറ്റ മുദ്രാവാക്യത്തിലൂടെ ഒരു ജനതയെ മുഴുവൻ ഭയപ്പെടുത്തിയവരാണ് ഈ പോപ്പുലർ ഫ്രണ്ട്. അതിൻ്റെ വേറൊരു രൂപം തന്നെയാണ് ഈ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ അറസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ SDPIയെ ഏറെക്കാലമായിട്ട് കേന്ദ്രം നിരീക്ഷിക്കുകയാണ്. ഇവർക്ക് ബന്ധമുണ്ടെന്നേ പോപ്പുലർ ഫ്രണ്ടിനായാലും. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലുള്ള താഴെ തട്ടിലുള്ളവരൊക്കെ SDPIയോട് ചേർന്ന് നിൽക്കും. ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തന രീതിയുമായിട്ട് മുമ്പോട്ട് പോകും. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ, പിടിച്ചകത്തിടും. കാരണം നിരോധിത സംഘടനയാണ്. അപ്പോൾ ഇത്തരത്തില് മറ്റൊരു ലേബൽ വേണം. ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത്, കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഇതുപോലെ ഈ വർഗീയവാദികളായിട്ടുള്ള ഭീകരവർഗീയവാദികൾ ആയിട്ടുള്ള സംഘടനയെ നിരോധിച്ചിരുന്നു. പക്ഷെ അവരുടെ നിരോധനമൊന്നും വേണ്ട തരത്തിൽ പ്രാബല്യത്തിൽ വന്നില്ല. നിരോധിച്ചു, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ മേലൊരു തുടരന്വേഷണം നടത്തിയില്ല. അവര് പേര് മാറ്റി രൂപം മാറ്റി വേറൊരു രൂപത്തിൽ വന്നു. ഒരു കാലിലെ മന്ത് മറ്റേ കാലിലോട്ട് എടുത്തു വെച്ചു. ഇതേ ഉള്ളൂ ഉണ്ടായിട്ടുള്ളൂ. വേഷം മാറിയത് അത്രയേ ഉള്ളൂ. പക്ഷെ ഇവരതല്ല ചെയ്തിരിക്കുന്നത്. കേന്ദ്രം ഇപ്പോൾ നിരന്തരമായിട്ട് തുടരന്വേഷണമുണ്ട്. ഈ തുടരന്വേഷണം ഒന്നും തന്നെ ഇവിടെ സംസ്ഥാനത്ത് അന്വേഷണം നടത്തുമ്പോൾ കേരളത്തിലെ നിയമപാലകരെ, കേരള പോലീസിനെ അറിയിക്കാറില്ല. കാരണം കേരള പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ പച്ചവെളിച്ചം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഇതങ്ങ് പലതും പോകും. ഈ ആദ്യകാല പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ മുഴുവൻ രായ്ക്ക് രാമാനുമല്ലേ ഇവിടുന്ന് കടത്തിയത് ഒറ്റ രാത്രി കൊണ്ട്. ഇവിടുന്ന് ഈ ഭീകരന്മാരെയും കൊണ്ട് ഫ്ലൈറ്റ് ഉയർന്ന് ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ ഇവിടുത്തെ ഉള്ളവരെ എല്ലാവരും അറിഞ്ഞത്. ഞെട്ടിപ്പോയില്ലേ? അപ്പോൾ ഈ SDPIക്കും സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയാണ്. ഇതിനകത്ത് ഈ കള്ളപ്പണം വെളുപ്പിക്കല് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ ഫൈസിയെ ഡൽഹി വിമാനത്തിൽ നിന്ന് ED കസ്റ്റഡിയിൽ വിമാനത്താവളത്തിൽ വെച്ച് അതും അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം ഇദ്ദേഹം എവിടുത്തുകാരനാണ്? തൃശ്ശൂർ പട്ടിക്കാട് സ്വദേശിയാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം വലിയ ഒരു കേരള ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ? അതെ. അദ്ദേഹത്തിനെതിരെ എനിക്ക് തോന്നുന്നു ഈ ഭീകരപ്രവർത്തനത്തിന് വന്ന പണം വാങ്ങുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം. അപ്പോൾ മിക്കവാറും ഉടൻ തന്നെ UAPA ചുമത്താൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിനെതിരെ. അതല്ല, ഇവരുടെ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്ത് വിനിയോഗിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഇല്ല, അവരുടെ ബാങ്ക് അക്കൗണ്ട് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഈ പണം വരുന്നുണ്ട്. കാരണം വലിയ അപകടമാണ്. ഇനിയിപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വരുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ 26-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇത് കാണണം. അപ്പോൾ അതിലേക്കൊക്കെ പണം ഒഴുകുമ്പോൾ ഉണ്ടാകുന്നത് വലിയൊരു വർഗീയത ഇങ്ങോട്ടേക്ക് വന്ന് നിറയുന്നു എന്നുള്ളതാണ്. ഇത് രാജ്യത്തിന് തന്നെ അപകടമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ SDPIയെ എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ തന്നെ നോട്ടമിട്ടിരിക്കുന്ന ഒരു സംഘടന, രാഷ്ട്രീയ പാർട്ടിയായിരുന്നു SDPI. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇടും. ഇത് ലീഗിന് ചിലപ്പോൾ ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും. കോൺഗ്രസിനും ഒരു ക്ഷീണമുണ്ടാക്കും, UDFന്. കാരണം പല ഇടങ്ങളിലും ഇവരോടൊപ്പം ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. പാലക്കാടും വയനാടും ഒക്കെ നമ്മൾ കണ്ട കാര്യമാണ്. അതുകൊണ്ട് SDPIയുടെ ഓരോ നീക്കവും രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. അത് സശ്രദ്ധം ചെയ്യുന്നത്.